ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താണെന്നല്ല, ഗെറ്റ് റെഡി വിത്ത് മീ. വെറൈറ്റി അല്ലേ? പക്ഷെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് റീൽസ് ഇരുന്ന് തോണ്ടുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് റീൽസ് സ്ക്രോളാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുക എന്നാണ് ഞാൻ നോക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ആരും സ്കിപ്പ് അടിച്ച് പോയത് മുഴുവൻ കാണാം. ഇത് വേണ്ടത് നമുക്ക് എണീക്കണം. നമ്മൾ രാവിലെ പറയുമ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണം. എണീറ്റിട്ട് എന്തെങ്കിലും ഞം കഴിക്കുക, അതായത് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ തണുപ്പായതുകൊണ്ടും സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഇടാം. ഓക്കെ, വാരി പൊത്തന്നിട്ട് കുറേ പക്ഷേ താഴെ പോയി. കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾ കുറച്ച് വൃത്തിക്ക് ഇടുക. ഞാനിങ്ങനെ വാരിപ്പത്തലാണ് പരിപാടി. എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്. ഇവിടെ തണുപ്പായതുകൊണ്ടും AC ആയതുകൊണ്ടും നല്ല തണുപ്പാണ്. നല്ല ഡ്രൈ ആണ് എൻ്റെ സ്കിന്നിന്, മൊത്തം ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലം മുഖത്തും അതുപോലെ കഴുത്തിലും ഒക്കെ ഇടുക. എന്നിട്ട് എന്നെ പോലെ വിസിറ്റിങ്ങിന് വന്നിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുന്ന വൈഫുമാരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡുമാർ കാണുകയാണെങ്കിൽ നിങ്ങളെ വൈഫിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോട് പറയാം ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെറുതെ കിടന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് വർത്താനെങ്കിലും പറയാം. കാരണം എനിക്ക് ആ അവസ്ഥ മനസ്സിലാവും. വെറുതെ റൂമിൽ ഇരുന്ന് കണ്ട് ബോറടിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്ന ഡ്രൈ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലിപ് ബാം ഇടണം. അപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഒക്കെ പോയിന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ലിപ് ബാം ഇടാം. ഇതാണ് ലിപ് ബാം, റോഡിൻ്റെ ലിപ് ബാം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലോയിങ് ആയിട്ടിരിക്കും. എന്നിട്ട് റീൽസ് സ്ക്രോൾ ചെയ്യാനല്ലേ, മുടി ഇങ്ങനെ കെട്ടുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കെട്ടിയാലും മുടിയെല്ലാം കോളാവും. എന്നാലും നമുക്കൊന്ന് കോംബ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാം. ഇവിടുന്ന് പുറത്തേക്ക് കാണുന്നതുകൊണ്ട് ഇടയ്ക്ക് ബോർഡടിക്കുമ്പോൾ ഇവിടെ എത്ര കാറ് പോകുന്നുണ്ട്, എത്ര ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അതല്ല എത്ര ആൾക്കാർ നടന്നു പോകുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ് ഇവിടുന്ന് താഴേക്ക് വായി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സീ ഗൈസ്, കണ്ടോ, ഇവിടെ ഇരുന്നാൽ നമുക്ക് എത്ര കാറ് പോകുന്നെന്നും എത്ര ആൾക്കാർ നടന്നു പോകുന്നതെന്നും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആകാശത്തേക്ക് നോക്കിയാൽ എത്ര ഫ്ലൈറ്റ് പോകണമെന്നും കാണാൻ വേണ്ടി പറ്റും. കെട്ടണം എന്നുള്ളത് ഭയങ്കര ഓപ്ഷണലാണ്. കാരണം നമ്മളിവിടെ ചുമ്മാ കിടക്കാനല്ലേ. അപ്പോൾ മുടി എങ്ങനെ കെട്ടിയാലും നമ്മൾ കുറേ നേരം കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കൊള്ളാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ നിങ്ങൾ കെട്ടും. ഇപ്പം എനിക്ക് റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കെട്ടാൻ ഇതാണ് കുറച്ചും കൂടെ കംഫർട്ട്. മൂളിക്കിട്ട് വാരിയിട്ട് ഇങ്ങനെയും എനിക്ക് കിട്ടാം. എന്നിട്ട് ആ ബണ്ണം അങ്ങോട്ട് ഇട്ടണം. ഇത്രയും ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരെ കിടന്ന് റീൽ സ്ക്രോൾ ചെയ്യുക. എപ്പോൾ വരെ? നമ്മുടെ ഹസ്ബൻഡ് വരുന്ന വരെ. ഇനി അങ്ങനെ കിടന്ന് ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഫോൺ മാറ്റി വെച്ച് അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓവർ തിങ്ക് ചെയ്യുക. അതങ്ങനെയാണല്ലോ. ഫോൺ അടുത്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും. വെറുതെ കിടന്ന് കരയും, വെറുതെ എന്തെങ്കിലും ആലോചിക്കും. പിന്നെയും വീണ്ടും ഫോൺ എടുക്കും. ഫോൺ ചാർജ് ചെയ്യുമ്പോൾ കുത്തിയിടും, വീണ്ടും ആലോചിക്കും, പിന്നെയും ഫോൺ എടുക്കും. ഇതന്നെ. സോ വിസിറ്റിങ്ങിന് വന്ന എല്ലാ വൈഫുമാർക്കും ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.